കനത്ത ചൂടിനെ തുടർന്ന് ഈ മാസം 6 വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് ഇന്നും നാളെയും തുടരും. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. അലക്സ്, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിരുന്നു. ഗുരുതരമായ സാഹചര്യം, അതിനെ എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങൾ നോക്കിക്കാണുന്നത്? ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള തീരുമാനങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്? ഒപ്പം തന്നെ ഇന്നത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അലക്സ്? റിജിത്ത്, സംസ്ഥാനത്തെ ഈ അസാധാരണമായ അതിതീവ്രമായ ചൂട് സംസ്ഥാനത്ത് തുടരുകയാണ്. ഈ സാഹചര്യം വിലയിരുത്തുന്നതിനാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ, അതുപോലെ റവന്യൂ വകുപ്പ് മന്ത്രി, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ആ യോഗത്തിൽ പങ്കെടുത്തു. അതിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നേരത്തെ ഉള്ളതുപോലെ പൊതുവിലുള്ള ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആദ്യം പുറപ്പെടുവിക്കുന്നുണ്ട്. പകൽ 11 മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ഒപ്പം നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ, മറ്റു കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവരൊക്കെ ഇതിനനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ഈ അവലോകന യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായി ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത് ഈ ഉയർന്ന ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ മെയ് 6 വരെ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം നൽകും എന്നുള്ളതാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കണം എന്ന നിർദ്ദേശം നൽകുന്നു. പോലീസ്, അഗ്നിശമന രക്ഷാസേന, മറ്റു സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലും ഒഴിവാക്കണം എന്ന നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആസ്പെറ്റോസ്, ടിൻ ഷീറ്റുകൾ മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങളിൽ പകൽ സമയം അടച്ചിടണം. ഇവ മേൽക്കൂരയുള്ള വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യശേഖരണ നിക്ഷേപണ കേന്ദ്രങ്ങൾ തുടങ്ങിയ തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തി സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണം എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. ആശുപത്രികളുടെയും പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെയും ഫയർ ഓഡിറ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മാനദണ്ഡം അനുസരിച്ച് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം കാട്ടുതീ തടയുന്നതിനുള്ള സാഹചര്യങ്ങൾ, അത്തരം മുൻകരുതലുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, വേനൽ മഴയ്ക്കുള്ള സാധ്യത കണ്ടുവരുന്നുണ്ട്. അടുത്ത ആഴ്ചയ്ക്ക് ശേഷം വേനൽ മഴ സജീവമാകാൻ സാധ്യതയുള്ളതിനാൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി തന്നെ നടത്തുന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആ യോഗം, അത് ജില്ലാ ചുമതലയുള്ള മന്ത്രിമാരുടെ സാന്നിധ്യത്തിലടക്കം ആ യോഗം ചേർന്ന് ആ കാര്യങ്ങൾ വിലയിരുത്തി ആ കാര്യങ്ങൾ ചെയ്യണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തീരുമാനമായി ഈ ഘട്ടത്തിൽ വരുന്നത് മെയ് 6 വരെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഉയർന്ന ചൂടിൻ്റെ, കത്തുന്ന വേനലിൻ്റെ പശ്ചാത്തലത്തിൽ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി റിജിത്ത് ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സംസ്ഥാനത്തെ ഇന്നത്തെ കാലാവസ്ഥാ പ്രവചനമാണ്. സംസ്ഥാനത്ത് ചൂട് കൂടും, ഈ ഉഷ്ണതരംഗ സാധ്യത കൂടുതൽ ജില്ലകളിൽ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പാലക്കാടും, തൃശ്ശൂരും, കോഴിക്കോടും, ആലപ്പുഴയും ഈ 4 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അത് ഇന്നും നാളെയും സമാനമായി തന്നെ ഉഷ്ണതരംഗ സാഹചര്യം ആ 4 ജില്ലകളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴ ജില്ലയിൽ രാത്രികാല താപനിലയും ഉയർന്നു തന്നെ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കാനാണ് സാധ്യത. മറ്റു ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് മുതൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില ഈ ജില്ലകളിൽ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്ന് സർക്കാർ അടക്കം വിലയിരുത്തുന്നുണ്ട്. കർശനമായ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി അടക്കം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയും